ഇതേതാടാ ഈ കാലമാടൻ? ഇതാണ് ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ അച്ഛൻ, ചട്ടമ്പി പിള്ളച്ചൻ. കൂടെയുള്ളത് തല്ലിപ്പുളി ജബ്ബാറ്. ആർക്കടാ എന്റെ മാധവൻകുട്ടിയുടെ തണ്ടലിന്റെ ബലം അറിയേണ്ടത്? വെല്ലുവിളിച്ചവന്മാരൊക്കെ വാടാ, അവന്റെ രോമത്തിൽ തൊടാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഇറങ്ങി വാടാ പട്ടികളെ, ചുണയുള്ളവന്മാരുടെ ഇറങ്ങി വാ. ഈ പിള്ളച്ചന് ജബ്ബാറാണെന്ന് കാണിച്ചുതരാം. ഇവരെവിടെയായിരുന്നു? ജയിലില്ല. ഏയ്, ഈ നാട്ടിൽ തന്നെയുണ്ട്. ഇവരുമായിട്ട് വഴക്കിട്ട് വേറെ കല്യാണം കഴിച്ച് താമസിക്കുക. പക്ഷെ മക്കൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞാ അപ്പൊ പറഞ്ഞെത്തിയാള്. ഈ പിള്ളേച്ചന്റെ രക്തത്തിൽ പിറന്ന പിള്ളേരാ ഇതിനകത്ത് ജീവിക്കുന്നത്. അവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാലുണ്ടല്ലോ, ലോറി കയറ്റി അരച്ചു കളയും ഞാൻ. ചന്തു, ഇയാളെ എങ്ങനെ വിട്ടാ പറ്റില്ല. പിന്നെ നമുക്ക് വലിയ പോയ അത് പിള്ളച്ചേട്ടാ, സാരമില്ല, വാ. കാലം കൊറേ ആയില്ലടാ നിന്റെ വഴിക്ക് കുറുകെ ഞാൻ വന്നിട്ട്. അത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, നിന്നോട് പ്രതികാരം ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടുമല്ല. എന്റെ മോൻ മാധവൻകുട്ടി നിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാ. അതുകൊണ്ട് മാത്ര നിന്നെ വെറുതെ വിട്ട് ഞാൻ ഇത്രയും കാലം വഴിമാറി നടന്നത്. ഇനി നീ നോക്കിക്കോ, നീ ഏത് നരകത്തിൽ ചെന്നാലും അവിടെയൊക്കെ ഈ പിള്ളേച്ചനുണ്ടാവും, ഈ ജബ്ബാറും ഉണ്ടാവും. ജബ്ബാറേ, ഈ വണ്ടി ഒന്ന് മാറ്റിട്ടെ. ഇങ്ങനെ മാറ ചെയ്താനെ അവിടെ വീട്. ഒന്നും രണ്ടും കൊല്ലത്തെയല്ല, 16 കൊല്ലത്തെ കണക്കാ എനിക്ക് ഇവനോട് തീർക്കാനുള്ളത്. എന്റെ ഭാര്യയും മക്കളെയും എനിക്കില്ലാണ്ടാക്കിയത് ഇവനാ. എന്നെ ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന എന്റെ ഭാര്യ ശാരദ എന്റെ മുഖത്ത് കാറി തുപ്പിയത് ഇവൻ കാരണ. അതീ പിന്നെ ഒരിക്കൽ പോലും എന്റെ മക്കൾ എന്നെ അച്ഛാന്ന് വിളിച്ചിട്ടില്ല, എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. ആ പടിക്കകത്ത് എന്റെ നെൽ വീഴാൻ പോലും എന്റെ മക്കൾ എന്നെ അനുവദിച്ചിട്ടില്ല. ഒക്കെ ഇവൻ കാരണ. ഒരു പാവം പിടിച്ച പെണ്ണിനെയും എന്നെയും ചേർത്ത് കള്ള കഥയുണ്ടാക്കി ഇവന്റെ പെങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് എന്നെ വഴിയാതാരാക്കി ഇവനാ. ഈ ഇരിക്കല പന്നിയ. നിന്നെ ഞാൻ വിടില്ല, നിന്നെ ഞാൻ വിടില്ല ഗംഗാധര, ഞാൻ വിടില്ല. എന്റെ ഭാര്യയും മക്കളെയും എനിക്കില്ലാണ്ടാക്കി എങ്ങനെ നീ എന്റെ ജീവിതം നശിപ്പിച്ചോ, അതുപോലെ നിന്നെയും ഞാൻ നശിപ്പിക്കും. നിന്റെ ഭാര്യയും മക്കളെയും നിനക്കും ഞാൻ ഇല്ലാണ്ടാക്കും. നിന്റെ കുടുംബം കുത്തി കുഴിച്ചു കൊളം തോണ്ടും ഞാൻ. അടിച്ച് പൊളിക്ക് വിളിച്ചേട്ടാ. എന്റെ യുദ്ധം ഞാൻ തുടങ്ങി. ഇത് അതിന്റെ ഉദ്ഘാടനമാണെന്ന് കൂട്ടിയാ മതി. ജബ്ബാറേ, വാടാ. എന്നെ വിളിച്ചായിരുന്നോ? ഞാനൊരു എഴുത്ത് തരാം, അതും കൊണ്ട് നീ ഒരിടം വരെ പോകണം. പോകാൻ നിനക്ക് പേടിയുണ്ടോ? കോമ്പാറയിലേക്കാ. അച്ഛനില്ലേ? എന്റെ കുഞ്ഞിരാമേട്ട എന്തിനും ഇങ്ങോട്ട് വന്നത്? മാമംഗലത്തെ ഗംഗാധരമന്റെ കാര്യസ്ഥൻ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞാൽ അത് മതി വെട്ടി നുറുക്കി പാടത്തിടാൻ. മേനോൻ അദ്ദേഹം തന്നെ എന്നെ ഇങ്ങോട്ട് അയച്ചത്, അച്ഛന് ഇളയച്ചന്മാർക്ക് ഈ എഴുത്തൊന്ന് കൊടുക്കാൻ. എഴുത്തൊക്കെ ഞാൻ കൊടുത്തോളാം, ചേട്ടൻ പൊക്കോ.
ആരോട് ചോദിച്ചിട്ടാ ഈ എഴുത്തും കൊണ്ടുവന്ന നായന്റെ മോനെ നീ പറഞ്ഞു വിട്ടത്? ഈ മുറ്റത്ത് കാലുകുത്തി അവന്റെ കയ്യും കാലും വെട്ടി തോട്ടിലെറിയേണ്ടതായിരുന്നടാ ഭയപ്പെട്ടി. അതിന് അവൻ കരുതിയോ ഇത് അവിടെ നിന്നുള്ള എഴുത്തായിരിക്കുമെന്ന്? പിന്നെ ഇവൻ എന്താ കരുതിയത്? വല്ല പെമ്പിള്ളേരാണെന്നോ? മതി അതിനെ ചീത്ത വിളിച്ചത്. ഭാരതി ചെവിനെ അകത്തേക്കൊണ്ടേക്കുള്ളൂ. ഇതാ ഇതങ്ങ് വരച്ചേരി കളഞ്ഞ് നിങ്ങൾ പോയി കുളിക്കാൻ നോക്ക്. ഇതങ്ങനെ വലിച്ചീറി കളയേണ്ട കത്തല്ല. അവനെവിടെ നന്ദകുമാർ? എഴുന്നേറ്റില്ലേ ഇതുവരെ? പനിച്ചു തുള്ളി കിടക്കായിരുന്നു ഇതുവരെ. ഇപ്പൊ ഇത് എഴുന്നേറ്റിരുന്ന് ആവി കൊള്ളുന്നുണ്ട്.